ഗുഡ് മോർണിംഗ്. 6 മണിയാണ് കേട്ടോ സമയം. ഞാൻ രാവിലെ എണീറ്റപ്പോഴാണ് കണ്ണിത്തിരി ഇതായിട്ടിരിക്കുന്നത്. ഇപ്പൊ 2ാമത്തെ തവണയാണ് ഇങ്ങനെ. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണാൻ പോവാൻ വെച്ചിട്ടാണ്. അയ്യോ, അപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ ശേഷം ഒരു 11-12 ദിവസം അവധി ഉണ്ടായിരുന്നു ഇമ്മക്കുട്ടിക്ക്. സ്കൂളിലൊന്നും പോകണ്ട, നല്ല സുഖമായിരുന്നു. കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പൊ നല്ല മടി, എനിക്ക് തന്നെ നല്ല മടി തോന്നുന്നുണ്ട്. ഇനി ഇമ്മക്കുട്ടീനെ എണീപ്പിക്കേണ്ട കാര്യം എനിക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ യുദ്ധം തുടങ്ങാം. ഇനിയിപ്പോൾ കണ്ണാടി നോട്ടം കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ കണ്ണിലോ മുഖത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇങ്ങനെ നോക്കില്ലേ. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തായാലും ഡോക്ടറെ അടുത്ത് പോകണം. ലാസ്റ്റ് ടൈം ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഡോക്ടറെ അടുത്ത് പോയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് തനിയെ മാറും, കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിരുന്നു. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയായിരുന്നു. അപ്പോൾ ഇത്തവണ പിന്നെ ഏട്ടനുള്ള കാരണം ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, ഡോക്ടറെ അടുത്ത് പോയി എന്തെങ്കിലും ഡ്രോപ്സ് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് വേവിക്കാം. ഞാൻ രാവിലെ എനിക്ക് നല്ലോണം വെള്ളമൊക്കെ കുടിച്ചു. ജിമ്മിൽ പോകണം നമുക്ക്. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ കിടക്കാണ് കേട്ടോ. ഇപ്പോൾ കുട്ടിയെ ഡ്രോപ്പ് ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും എനിക്കും നല്ല ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോൾ കിടന്നുറങ്ങാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയമാകുമ്പോൾ ഏട്ടനെ ആദ്യം വിളിക്കാമെന്നുള്ളത്. ഞാനിങ്ങനെ കണ്ണിനിങ്ങനെ വന്നപ്പോൾ വിളിച്ച് കാണിച്ചു കൊടുത്തതാണ് രാവിലെ ഇനിയിപ്പിച്ച്. നമുക്ക് ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കാം. പിന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലും കുടിക്കണതിൻ്റെ ഒപ്പം തന്നെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതാം കേട്ടോ. പക്ഷെ അപ്പോഴേക്കും പിന്നെ ഏട്ടൻ എണീറ്റു. അപ്പോൾ ഞാൻ ഏട്ടന് ചായ ഉണ്ടാക്കി. എനിക്ക് പാലിൽ മറ്റേ ആ പൊടി ഉണ്ടല്ലോ, ഞാൻ അന്ന് കാണിച്ചു തന്നില്ലേ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ട് പൊടിച്ചിട്ടുള്ളത് ഒരെണ്ണം, ഒരു പൗഡർ അതിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോസ് ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച കുറച്ച് വീഡിയോസ് ഉണ്ട്. അതൊന്ന് എഡിറ്റ് ചെയ്യണം, അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അത് കാരണം എന്താ വെച്ചാൽ ഷോർട്സും റീൽസും നമ്മൾ ഒരേപോലെ അല്ല ചെയ്യണത്, രണ്ടിലും വ്യത്യാസമായിട്ടുണ്ട്. അപ്പോൾ ഷോർട്സിന് വേണ്ടത് വേറെ, അതുപോലെ തന്നെ റീൽസിന് വേണ്ടത് വേറെ. അതുപോലെ നമുക്ക് ബ്രാൻഡ്സിൻ്റെ ഇൻവോയ്സസ് അയക്കാനുള്ളതുണ്ട്. ഇൻവോയ്സ് അയച്ചത് നമ്മൾ വിളിച്ച് ചോദിക്കണം, എന്നത്തേക്കാണ് പേയ്മെൻറ്റ് തരാം, അത് ചോദിക്കാണ്ട്. പിന്നെ ഷൂട്ട് ചെയ്യാനുള്ളത് ഇന്നത്തെ മാത്രമല്ല, ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളത് എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നത്തേക്ക് ഉണ്ടാവും. ഇതാണ് എൻ്റെ ശരിക്കുള്ള കണ്ണ്. അപ്പോൾ ഇപ്പുറത്തുള്ളതാണ് എൻ്റെ നീര് വെച്ച കണ്ണ്. അപ്പോൾ നമ്മൾ എല്ലാം എഴുതി റെഡി ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലതാട്ടോ. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു 10 മിനിറ്റ്സ് ഇതിനായിട്ട് എന്തായാലും കൊടുക്കും. ഏറ്റവും കുറച്ചത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമാണ്. പക്ഷെ എന്നാലും തിരക്കുള്ള ദിവസമാണെങ്കിൽ 10 മിനിറ്റ്സ്, അതല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഇരുന്ന് ഞാൻ ഇങ്ങനെ എഴുതും കേട്ടോ. എന്നിട്ട് ഇതപ്പോൾ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചത് ആയിട്ടുണ്ട്. നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം. പിന്നെ അപ്പത്തിൻ്റെ മാവ് അത് ഞാൻ താഴേന്ന് കൊണ്ടുവന്ന് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ മണി പ്ലാന്റ്സ് കണ്ടോ, വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ നിന്ന് നല്ല വെളിച്ചം വരുന്നുണ്ടല്ലോ. അപ്പോൾ ജനൽ തുറന്നിട്ടിട്ടില്ലെങ്കിലും ജനലിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന വെളിച്ചം ഉള്ള കാരണം നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മണി പ്ലാന്റ്സ്. ജനലയുടെ ഫുള്ളി ഞാൻ ഇങ്ങനെ ആ കുപ്പിയിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല രസം. പിന്നെ ഇമ്മക്കുട്ടിക്ക് കൊണ്ടുപോകാനുള്ള അപ്പം, അതേപോലെ തന്നെ ഇപ്പം നമുക്ക് കഴിക്കാനുള്ള അപ്പം. അങ്ങനെ ഇമ്മക്കുട്ടിക്ക് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടയിൽ ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ഉപ്പും പെപ്പറും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു ഓംലെറ്റ് പോലെ ഉണ്ടാക്കുകയാണ്. അതും ഒരപ്പവും പിന്നെ അതുപോലെ തന്നെ പാലും കൂടി കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മക്കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ആവും. കൊണ്ടുപോകാനായിട്ട് അപ്പവും പൊട്ടേറ്റോ അതുപോലെ തന്നെ ഗ്രീൻ പീസ് അത്ര ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ. പിന്നെ വന്നു കഴിഞ്ഞാൽ ഉടൻ ചോറ് കഴിക്കും കേട്ടോ. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് ചോറ് കൊടുത്തു വിടണം, ചോറ് കഴിക്കണം. പക്ഷേ കൊടുത്തു വിട്ടാൽ ഇമ്മ തീരെ കഴിക്കില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ് ചോറ്. പക്ഷെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിളമ്പിയൊക്കെ ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കും. കൊടുത്തു വിടുമ്പോൾ ആ ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ ഒരുമിച്ച് അങ്ങനെ ഇരുന്നിട്ട് അത് ഇമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെ കഴിക്കാം. പക്ഷെ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു നേരം കഴിച്ചാൽ മതിയല്ലോ ചോറ്. വന്നിട്ട് ഇമ്മക്കുട്ടി ഡീറ്റെയിൽ ആയിട്ട് കഴിക്കും കേട്ടോ. ഇപ്പോൾ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി വഴറ്റി ഉപ്പൊക്കെ ഇട്ട് സൈഡിൽ ഇപ്പോൾ കഴിക്കാൻ അപ്പം, അതുപോലെ തന്നെ മറ്റേത് അപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് ദോശ പോലെ ഉണ്ടാക്കുന്നുണ്ട്. അത് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ളതും നമുക്ക് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ എല്ലാ പൊടികളും ഞാൻ വാരി വിതറി ഇടുന്നുണ്ട് നമുക്ക് കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒപ്പം പാരലായിട്ട് നുറുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തക്കാളി ഇടാം. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുക്കറിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് പൊട്ടറ്റോ ആണ് കേട്ടോ, ഇപ്പോൾ കുട്ടിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അത്രയൊക്കെ ഉള്ളൂ. സിമ്പിളല്ലേ, പ്രത്യേകിച്ച് എനിക്ക് വലിയ പണികളൊന്നുമില്ല. രാവിലെ ഒരു കറി ഉണ്ടാക്കും. ഞാൻ ജിമ്മിൽ പോണേക്കാട്ടിനും മുന്നേ കഴിച്ചിട്ടാണ് കേട്ടോ പോവുക. അതെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ വേഗം ചിലപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇമ്മക്കുട്ടി ടിഫിനും പാക്ക് ചെയ്തങ്ങ് വിടും. പിന്നെ ബാക്കിയൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്യണത്.
ഇമ്മുക്കുട്ടിക്ക് സ്നാക്കിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കൊടുക്കണത്. നട്ട്സ് ഇല്ലേ അത് കൊടുക്കും. പിന്നെ ടിഫിനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാഷ്ഡ് പൊട്ടാറ്റോ, അതുപോലെ തന്നെ അപ്പവും പിന്നെ ഗ്രീൻ പീസ്. പിന്നെ ഇമ്മുക്കുട്ടിയുടെ മുടി കെട്ടണം, അതാണ് ഒരു ടാസ്ക്. ഇപ്പം 2 ഭാഗം മുടിയൊക്കെ കെട്ടി റിബണൊക്കെ ഇട്ട് വേണം പോവാനായിട്ട്. അപ്പം ഇടയിൽ ഭക്ഷണവും കഴിക്കും കേട്ടോ. ഭക്ഷണം കഴിക്കണതിൻ്റെ ഇടയിലാണ് മുടിയൊക്കെ കെട്ടി കൊടുക്കുക, സോക്സ് ഒക്കെ ഇട്ട് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മൾട്ടി ടാസ്കിങ് ആണ്, അതല്ലാണ്ട് എന്തായാലും നടക്കില്ല. 7 പോകണ്ടേ. അങ്ങനെ ചില സമയത്ത് നേരത്തെ വരും കേട്ടോ വണ്ടി, അപ്പോൾ വിളിക്കും വേഗം വരൂ എന്ന് പറഞ്ഞിട്ട്. ഇമ്മുക്കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊട്ടറ്റോ വെറുതെ ഇങ്ങനെ മാഷ് ചെയ്തതിൽ പെപ്പറും ഉപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടനാണ് കേട്ടോ ഇന്ന് കൊണ്ടുവിടണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഹഗ്ഗിങ് കിസിയൊക്കെ. വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് പോവല്ലേ, അപ്പം അതിൻ്റെ ചെറിയൊരു മ്ലാനത ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഹാപ്പിയാണ് ആൾ. പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ വെച്ചു, ടിഫിനൊക്കെ വെച്ചു, ഒക്കെ റെഡിയായി. ബാഗൊക്കെ പിന്നെ തലേദിവസം തന്നെ ഇമ്മ തന്നെ പാക്ക് ചെയ്യും കേട്ടോ. ടൈം ടേബിളൊക്കെ നോക്കി ഇമ്മ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചോളും ബാഗ്. ഇടയ്ക്ക് മാത്രം ഞാൻ ചെക്ക് ചെയ്യും, പക്ഷെ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ ചില ദിവസം ചെക്കും ചെയ്യില്ല, എല്ലാം നോക്കി ഇമ്മ തന്നെ നോക്കി ചെയ്തോളും. അപ്പോൾ എനിക്ക് ബുൾസൈ 2 ബുൾസൈ കഴിക്കും കേട്ടോ ഞാൻ രാവിലെ. ചിലപ്പോൾ പുഴുങ്ങിയ മുട്ടയായിട്ടാണ് കഴിക്കുക, ചിലപ്പോൾ ബുൾസൈ ആയിട്ട് കഴിക്കും, ചിലപ്പോൾ ഓംലെറ്റ് ആയിട്ട് കഴിക്കും, ഒന്നല്ലെങ്കിൽ 2 മുട്ട രാവിലെ കഴിക്കും. അതിൻ്റെ ഒപ്പം അപ്പവും നമ്മളിപ്പോൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതും, നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും എല്ലാം കൂടിയിട്ട് ഞാൻ 2 അപ്പവും മുട്ടയും ഒക്കെ കൂടിയിട്ട് രാവിലെ 7 മണിയാകുമ്പോഴാണ് സാധാരണ കഴിക്കുക. പക്ഷെ ഇന്നിപ്പോൾ ഈ കണ്ണിൻ്റെ ഇതും അതുപോലെ തന്നെ മേട്ടം വന്നതും അങ്ങനെ വർത്താനവും ഒക്കെ ആയിട്ട് ഇമ്മക്കുട്ടി പോയതിന് ശേഷമാണ് കഴിച്ചത്. അപ്പോൾ ഒരു 7:30 കഴിഞ്ഞിട്ടാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 9 മണിയുടെ സ്ലോട്ടിനാണ് പോണേ. കഴിവതും ഞാൻ 8 മണിയുടെ സ്ലോട്ടിന് പോകാൻ നോക്കും. അങ്ങനെയാകുമ്പോൾ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 9:15 9:30 വരെയൊക്കെ അങ്ങനെ ചെറിയ വർക്കൗട്ട്സും, ചെറുതല്ല ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എങ്ങനെ പോയാലും ഒരു 9:45 വീട്ടിലെത്താം. 10 മണിക്കുള്ളിൽ വീട്ടിലെത്താം. പക്ഷെ 10 മണിയുടെ സ്ലോട്ടാണെങ്കിൽ അല്ല 10 സോറി 9:30 ഞാൻ എന്തൊക്കെയാണ് പറയണേ, 9 മണിയുടെ സ്ലോട്ടാണെങ്കിൽ എഗെയിൻ 10:30 10:45 എത്തുമ്പോൾ. അങ്ങനെ അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി ക്ലീനാക്കി ഒക്കെ റെഡിയാക്കി വെച്ചു അടുക്കള. പിന്നെ നമുക്ക് ഐസ് എടുക്കാം കേട്ടോ. ഐസ് എടുത്ത് കണ്ണിങ്ങനെ ഇങ്ങനെ വീർത്തിരിക്കണതല്ലേ, അപ്പോൾ അതൊന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒന്നിങ്ങനെ വെക്കാം കേട്ടോ. ഇതല്ലാണ്ടും ചെയ്യണത് നല്ലതാണ്. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടെമ്പററി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പോഴ്സൊക്കെ ചുരുങ്ങണ പോലെ ഉണ്ടാവും. ഈ ഐസിങ് ചെയ്തതിന് ശേഷം നമ്മൾ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും കേട്ടോ. മുഖത്ത് വയ്ക്കണതൊക്കെ നല്ലതേ കണ്ടു. ഇപ്പം തന്നെ 8:30 ഞങ്ങൾ ലാവിഷായിട്ട് ഐസൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനി നമുക്ക് വേഗം ഉടുപ്പൊക്കെ ഇട്ടിട്ട് പോവാം. 9 മണിയാകുമ്പോൾ അവിടെ എത്താം. അങ്ങനെയാകുമ്പോൾ നമുക്ക് 10 മണി വരെ വർക്കൗട്ട് ചെയ്തിട്ട് അങ്ങനെ 10:30 എത്താം. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സ് മതി കേട്ടോ. ആക്ച്വലി ഒരു 5 മിനിറ്റ്സിൻ്റെ ഡ്രൈവേ ഉള്ളൂ. പക്ഷെ ഞാൻ ഉടുപ്പൊക്കെ ഇട്ട് ആടിപ്പാടി വണ്ടി ഓടിച്ച് അവിടെ എത്തുമ്പോഴേക്കും ഒരു 10 to 12 മിനിറ്റൊക്കെ എടുക്കും. പിന്നെ ചൂടുവെള്ളം ഞാൻ ഫ്ലാസ്കിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കാനൊക്കെ നല്ലതാണല്ലോ. അതങ്ങനെ ചെയ്ത് വയ്ക്കും. പിന്നെ ഞാൻ വെള്ളം കുടിക്കുന്ന കുപ്പിയാണ് അത് ചൂടുവെള്ളവും തണുപ്പ് വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെക്കും. പിന്നെ സ്റ്റൗ ഒന്ന് തുളയ്ക്കാണ്ട് ഈ മുട്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിലൊക്കെ സൈഡിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ്പം പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി ഞാൻ ഈ അടുക്കളയിൽ കയറില്ല കേട്ടോ. പിന്നെ രാത്രി ഏട്ടനുണ്ടെങ്കിൽ രാത്രി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്കും രാത്രിയും ഞാൻ താഴെ പോയി അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കും. അതും അമ്മയുടെ ഒപ്പമല്ല കഴിക്കുക, കാരണം അമ്മ ലഞ്ച് കഴിക്കുന്നത് 11:30-ഒക്കെയാണ്. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 7 മണിക്ക്, ലഞ്ച് 11:30 12-നുള്ളിൽ കഴിക്കും. ഡിന്നർ ആണെങ്കിലും 5:30 കഴിക്കും. അതാണ് അമ്മയുടെ ടൈമിങ്. എനിക്ക് അത്രയും നേരത്തെ പറ്റില്ല കേട്ടോ. എനിക്ക് ഒരു 12:30 ആകുമ്പോഴാണ് ഞാൻ ലഞ്ച് കഴിക്കുക. അങ്ങനെ. അപ്പോൾ വേസ്റ്റൊക്കെ കുറച്ച് കളയാണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞ് അടുക്കളയൊക്കെ ക്ലീനായി, സന്തോഷമായി. അപ്പോൾ നമുക്കിനി ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാം. അപ്പോൾ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കളറുള്ളൊരു ലിപ് ബാം അതിൻ്റെ മീതെ വേറെ ഇട്ടു കേട്ടോ. പിന്നെ നമുക്ക് മുടി കെട്ടാം, പിന്നെ മോയ്സ്ചറൈസർ, അതുപോലെ സൺസ്ക്രീൻ കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ജിമ്മിലേക്ക് പോകുമ്പോൾ വേറെ ഒന്നും ചെയ്യാറില്ല. മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ ലിപ് ബാം ഇടും. ലിപ് ബാം ഞാൻ കളറുള്ളത് ഇടും കേട്ടോ, വേറെ ഒന്നും ചെയ്യാറില്ല. പിന്നെന്താ ഉള്ളത്, പെർഫ്യൂം അടിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ആകെ വേർത്ത് കുളിച്ച് ആകെ ഒരു അലമ്പ് ഫീലാണ്, നമുക്ക് തന്നെ ഒരുമാതിരത്തെ ഫീലാണ്. അയ്യോ, ഇത് ഞാൻ
ഒരുപാട് നാൾ മുമ്പ് മേടിച്ച ടീഷർട്ടാണ് ആമസോണിൽ നിന്ന്. ഒരു 4 വർഷം മുമ്പൊക്കെ മേടിച്ചതാണ്. ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കണ്ണട വെക്കാം. അത് ഞാൻ സ്ഥിരമായിട്ട് വണ്ടിയിൽ തന്നെ വെക്കണതാണ്, കണ്ണിൽ പൊടി അടിക്കാണ്ടിരിക്കാനായിട്ട്. ഞാൻ ഹൂഡിയൊക്കെ ഇട്ട് അതിൻ്റെ മീതെ ഹെൽമെറ്റൊക്കെ വെച്ച് വലിയ പ്രിപ്പറേഷനിലൊക്കെയാണ് പോവുക. അങ്ങനെ നമ്മൾ എത്തി, ജിമ്മിലെത്തി. ഞാൻ പറഞ്ഞില്ല, ഒരു 5 മിനിറ്റിന് ഡ്രൈവ് കഷ്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ പോണ വഴിക്ക് കുറച്ച് ട്രാഫിക് ഉണ്ട്. ഈ സമയം എസ്പെഷ്യലി 9 മണി സമയം കുറച്ച് ടൈറ്റാണ്. പിന്നെ ഇതാ നമ്മളെത്തി. ഇന്നിപ്പോൾ കാർഡിയോ ആണ് കേട്ടോ. ഇന്ന് വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ല. ആഴ്ചയിൽ 5 ദിവസം, 5 to 6 ദിവസം പോകണമെന്നൊക്കെ വിചാരിക്കും. 6 ദിവസം എന്നെ വരെ പോയിട്ടില്ല. 5 ദിവസം പോവുകയാണെങ്കിൽ 2 ദിവസം കാർഡിയോ, ബാക്കി ദിവസം വെയ്റ്റ് ലിഫ്റ്റിങ്ങും കാർഡിയോയും അങ്ങനെയാണ് കേട്ടോ ചെയ്യണം. ഞാൻ ആഴ്ചയിൽ 3 ദിവസത്തെ ട്രെയിനിങ് ആണ്, പേഴ്സണൽ ട്രെയിനിങ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാ ദിവസത്തെ പേഴ്സണൽ ട്രെയിനിങ് എടുക്കണമെങ്കിലും അങ്ങനെ എടുക്കാം കേട്ടോ. പക്ഷെ ഞാനത് എടുത്തിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്തായാലും എനിക്ക് എല്ലാ ദിവസമൊന്നും പോകാൻ പറ്റില്ല. വീക്കെൻഡ് എന്തായാലും എനിക്ക് കൊച്ചിയിലൊക്കെ പോകേണ്ടി വരും ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ 3 ദിവസം ഇസ് ലൈക്ക് ഫൈൻ. ഇന്നിപ്പോൾ ഞാൻ ചെയ്യണത് 20 മിനിറ്റ് ഇതുപോലെ റണ്ണിങ് ചെയ്യും, ഒരു 6, 7, 8 സ്പീഡിലൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇതിനെന്തായിരുന്നു പറയുക, ക്രോസ് ഫിറ്റോ അങ്ങനെ എന്തല്ലോ പറയാം. അപ്പം അതൊരു 15-20 മിനിറ്റ്സ് ചെയ്യും. പിന്നെ സൈക്ലിംഗ് ചെയ്യും ഒരു 15 മിനിറ്റ്സ്. പിന്നെ റോയിങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് ചെയ്യും ഒരു 10-15 മിനിറ്റ്സ്. അപ്പോൾ മാക്സിമം 1 hour. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിൽ പോവാം. റെഡി ആയിട്ട് ഏട്ടൻ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഡോക്ടറെ അടുത്ത്, നമ്മുടെ അടുത്ത് തന്നെയുള്ള സ്ഥലത്ത്. അപ്പോൾ പോവാണ് കേട്ടോ. ഞാൻ ഇതന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ ലാസ്റ്റ് ടൈമിൻ്റെ അത്ര ഇല്ല. ലാസ്റ്റ് ടൈം എൻ്റെ മുഖം കാണണമായിരുന്നു, ഭയങ്കര വ്യത്യാസമായി. 2 കണ്ണിനും നീര് വന്നിട്ട് ഭയങ്കര ഓടായിരുന്നു കാണാനായിട്ട്. പക്ഷെ ഇത്തവണ അത്ര വന്നിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. റെസ്റ്റ് ചെയ്താൽ മാറും. പക്ഷെ എന്നെ നിർബന്ധം, അമ്മയും പറഞ്ഞു എന്തായാലും പോ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടു. അത് കഴിഞ്ഞിട്ട് വരുന്ന വരയ്ക്ക് ഇളനീര് കുടിച്ചു. ഞാൻ പുറത്ത് പോകണമെങ്കിൽ എന്തായാലും ഇളനീര് കുടിക്കും കേട്ടോ. ജിമ്മിൽ പോണ ദിവസം മിക്കവാറും ഇളനീര് കുടിക്കും. എസ്പെഷ്യലി കുറച്ച് സമയം ഉണ്ടെങ്കിൽ എന്തായാലും കുടിക്കും. നമ്മൾ സ്ഥിരമായിട്ട് ഇളനീര് കുടിക്കുന്ന സ്ഥലമാണിത്. ശക്തൻ്റെ അവിടെയാണ് കേട്ടോ. അവിടെ ടാക്സിൻ്റെ എന്തോ ഓഫീസൊക്കെ ഇല്ലേ, അവിടെ അടിപൊളി ഇളനീരാണ്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 25-30 ദിവസമായിട്ട് എങ്കിലും കുടിക്കണതാണ് മിക്ക ദിവസവും. അപ്പോൾ എനിക്ക് ഇതുവരെയും നല്ലതല്ലാത്തത് കിട്ടിയിട്ടില്ല. എല്ലാം നല്ല ടേസ്റ്റുള്ള ഇളനീരാണ്. അപ്പോൾ ഈ ചേട്ടൻ്റെ അവിടെ ഇത് പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ, പക്ഷെ നല്ല ഇളനീരാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇളനീര് അതിൻ്റെ ഉള്ളിലത്തെ സാധനം ഞാൻ കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉച്ചയായി സമയം. കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് കണ്ണിൽ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ടെസ്റ്റുകൾ ചെയ്തു കേട്ടോ. അതൊന്നും പ്രശ്നമില്ല, അതൊരു സമാധാനമായി. എൻ്റെ കണ്ണിൻ്റെ പവറിനും മാറ്റില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ കണ്ണിൻ്റെ പവറിന് മാറ്റം ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ സ്ട്രെയിൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അയ്യോ, ടച്ച് വുഡ്, നന്നായി. എന്തായാലും കണ്ണിൻ്റെ പവറിന് മാറ്റമൊന്നുമില്ല കേട്ടോ. പിന്നെ ചോറ്, അമ്മ മുതിരിപ്പേരി, നമ്മുടെ വീട്ടിൽ ഉണ്ണിപ്പിണ്ടി ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ വാഴയുടെ അകത്തുള്ള സാധനമില്ലേ, അപ്പോൾ മുതിരയും ഉണ്ണിപ്പിണ്ടിയും കൂടെ ഉപ്പേരി വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻ പിന്നെ പുറത്തുനിന്ന് മേടിച്ചാൽ കേട്ടോ. വീട്ടിലെന്താ തന്നെ മീൻ വേണമെങ്കിൽ അത് പാലക്കാട് നിന്ന് കഴിക്കേണ്ടി വരും. ഇത് ഉണക്കയിലും മാങ്ങയും നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് കേട്ടോ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ലഞ്ചായിരുന്നു. അതൊക്കെ കഴിച്ച് നമുക്കിനി മുകളിൽ പോവാം, കഴിച്ചിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങാം. നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ ഇന്ന് അയക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല. നാളെ മറ്റന്നാളായിട്ട് എന്തായാലും ഇത് അയക്കാം കേട്ടോ. ഇതിൽ 15 പേരുടെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി 10 പേരുടെ അഡ്രസ്സ് കിട്ടാനുണ്ട്. അതും കൂടി കിട്ടിയിട്ട് ബാക്കി. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചെത്തി. ഇനി ഷൂട്ടിംഗ് ആണ് കേട്ടോ. ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. പക്ഷെ വിചാരിച്ചത് അത്ര കാര്യങ്ങൾ എന്തായാലും ചെയ്യാൻ പറ്റില്ല, കാരണം ഉച്ച വരെ സമയം അങ്ങനെ പോയില്ല. എനിക്കാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഇതാണ് മടി, കുറേ സമയം അങ്ങോട്ട് പോകും. പക്ഷെ ഇപ്പോൾ നല്ല ഭേദമായിട്ടുണ്ട്. ഇതിൻ്റെ അലർജി ആണെന്നാണ് പറഞ്ഞത്. അപ്പം അതിനുള്ള ഡ്രോപ്സ് ഉണ്ട്. പിന്നെ കണ്ണിൻ്റെ പവറൊക്കെ നോക്കി, അതൊന്നും വ്യത്യാസമൊന്നുമില്ല. പിന്നെ കണ്ണിൻ്റെ പ്രഷർ, അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ടല്ലോ, അതൊക്കെ നോക്കി എല്ലാം നോർമൽ തന്നെയാണ്. അലർജി കാരണം, പക്ഷെ എന്തിൻ്റെ അലർജിയാണെന്നുള്ളത് ഐഡിയ ഇല്ല. ചിലപ്പോൾ ഡാൻഡ്രഫിൻ്റെ ആവുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഡാൻഡ്രഫ് പറയാനില്ല, അറിയില്ല. ചിലപ്പോൾ ക്ലൈമറ്റിൻ്റെ ആവാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞു കണ്ണ്, അപ്പം ഞാൻ തിരുമ്മി. അപ്പം തിരുമ്മരുത് എന്നാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ ഡോക്ടർ ചോദിച്ചാൽ എന്താ വെച്ചാൽ അവർ നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കുമല്ലോ, അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ. ഇനി ഞാൻ വിചാരിക്കും വേറെ എന്തെങ്കിലും വല്ല ബിസിനസ്സാന്ന് പറഞ്ഞവർ. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു. പിന്നെ കാരണം മിക്കവാറും നമ്മളിങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ, യൂട്യൂബർ, കണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനൊക്കെ കുറേ വരും. പക്ഷെ നമ്മുടെ ജോലിയുടെ ഒരു ഇതും കൂടി വെച്ചിട്ടാണല്ലോ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അളക്കുക.
അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞേ ഞാൻ അങ്ങോട്ട് ഒരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞു തരട്ടെ. ശരി, കണ്ണ് തിരുമ്പരുത്, ഡാർക്ക് സർക്കിൾസ് വരുന്നത്. ഞാൻ പറഞ്ഞു ശരി. ഞാൻ പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചൊറിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഇറിറ്റേഷൻ വന്നു. ഞാൻ കണ്ണ് ഭയങ്കരമായിട്ട് തിരുമ്മിയിരുന്നു. അതാന്ന് തോന്നുന്നു. കഴിഞ്ഞ മുന്നിലത്തെ തവണ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ചൊറിഞ്ഞപ്പോൾ ഞാൻ തിരുമ്മി. നല്ല ആശ്വാസം കിട്ടും നമുക്ക്. പക്ഷെ അങ്ങനെ തിരുമ്പരുത് കേട്ടോ, അല്ലെങ്കിൽ അത് ഇങ്ങനെയാവും. പിന്നെ എനിക്ക് നാളെ ഒരു ഷൂട്ടുണ്ട്, കൊച്ചി പോകണം. ഇനി ഏർലി മോർണിംഗ് പോകണം. അയ്യോ, അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കണേ ഇന്നിപ്പോ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ നാളെ പോവാന്ന് വെച്ചിട്ട് തന്നെയാണ്. നോക്കട്ടെ, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഷൂട്ടാണ്. അപ്പൊ അതെന്തായാലും ചെയ്യണം നമുക്ക്. സാരില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയിലുണ്ടാവും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടു ഡു ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് നാളേക്ക് അത് വെക്കാം. നമുക്ക് വിഷമിച്ചിരിക്കാം അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് പറയാറുണ്ട് ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ അതിങ്ങനെ ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷമമാണ്, പിന്നെ ആ സങ്കടത്തിൽ പിന്നെ ഒന്നും ചെയ്യില്ല, പിന്നെ കിടന്നുറങ്ങും, അപ്പോൾ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചാൽ അപ്പോഴും ഇല്ല, പിന്നെ ഫുൾ ഗിൽട്ടാണ്. നമ്മളെപ്പോഴും വിചാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാനത് ഒരുപാട് വൈകിയാണെങ്കിലും പഠിച്ച കാര്യമാണ്. ആദ്യം ഈ പറഞ്ഞ പോലെ എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിയില്ലെങ്കിൽ സാരില്ല, ഇറ്റ്സ് ഓക്കെ. പിറ്റേ ദിവസം നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരു ബ്രേക്ക് വേണം, കിടന്നുറങ്ങണം, അങ്ങനെയാണെങ്കിൽ ടേക്ക് എ ബ്രേക്ക്, ഉറങ്ങാം. പക്ഷെ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ആ ഗിൽട്ടിലിരിക്കാണ്ട് പകരം നമ്മൾ ആദ്യം വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് പലർക്കും അത് ലാക്ക് ആവുന്നത്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ നോക്കട്ടെ. പിന്നെ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡിയോ ഫുള്ള് ക്ലിയർ ചെയ്യണം, ഈ സംഗതികളെല്ലാം എടുത്ത് വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നിപ്പം പറ്റില്ല, കാരണം വേറെ കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ നാളത്തേക്ക് വെക്കാം കേട്ടോ. അപ്പം അത്രയല്ലേ നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ 1 വീക്ക് ഓഫ് മോർണിംഗ് റുട്ടീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. 1 വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണേക്കാട്ടിനും മുന്നേ ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് ഹെക്റ്റിക്കാണ്. കുറേ ഉണ്ടാവില്ലേ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പം അതിനെക്കാട്ടിനും മുന്നേ 1 വീക്ക് ഓഫ് മോർണിംഗ് റുട്ടീൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വർക്കൗട്ട്സും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ അത് കുഞ്ഞാണല്ലോ, ബേബി സ്റ്റെപ്പാണല്ലോ. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് 1 വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ സോ മച്ച്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബൈ ബൈ.